എന്താ നമുക്ക് മാത്രം ഇങ്ങനെ? ഓരോ സീസൺ കഴിയുമ്പോൾ വിചാരിക്കും അടുത്ത സീസൺ വരുമ്പോൾ ആ സീസണിൽ കപ്പ് എടുക്കണം, ആ സീസണിൽ ടോപ്പ് സ്കോറർ ആവണം, ആ സീസണിൽ എല്ലാ ടീമിനെയും കാട്ടിലും എല്ലാതും അതുപോലെ ഗോൾ കോൺട്രിബ്യൂഷനിലൊക്കെ മികച്ചതാവണം നമ്മൾ എല്ലാ സീസണിലും വിചാരിക്കും. പക്ഷെ ആ സീസൺ എൻഡ് ആവുമ്പോൾ ഒന്നുമില്ലാതെ പോവുക, നിരാശയിൽ പോവുക, കുറേ കളി പൊട്ടുക, കുറേ കളി തോൽക്കുക. എന്താ നമ്മൾ സത്യം പറഞ്ഞ ഒരു ലൂപ്പിൽ പെട്ട മാതിരി. കാരണം ഓരോ സീസൺ കഴിയുമ്പോൾ മെച്ചപ്പെട്ട് വരണം എന്ന് വിചാരിക്കുമ്പോൾ ഓരോ സീസൺ കഴിയുമ്പോൾ നമ്മൾ താഴത്തേക്ക് പോവുക. ഞാൻ നമ്മൾ ഇന്നലത്തെ കളീനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കറിയാം ഇന്നലെ ഇന്റർ കാശും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 കളിന്റെ മാച്ചിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ഇന്റർ കാശുമായിട്ടുള്ള മത്സരം കണ്ടപ്പോൾ എന്താ അറിയില്ല, ഒരു സങ്കടം വന്നു ഗൈസ്. ഒന്നല്ലെങ്കിലും ഇത്രയും കണക്ക് കൂടെ നിന്നല്ല നമ്മളെല്ലാവരും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. അതിന്റെ ഒരു ഇത്തിരി സ്നേഹം ആ ടീമിനോടൊന്ന് കാണിച്ചിക്കണമെങ്കിൽ, ആ മാനേജ്മെന്റ് ആ ടീമിനോടൊന്ന് കാണിച്ചിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാലോ. ഇതൊന്നും ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോ ഈ സീസൺ മാത്രമല്ല, എല്ലാ സീസൺ എടുത്ത് നോക്കിയാലും ഇങ്ങനെ തന്നെയല്ലേ. പക്ഷെ ഞാൻ ഒരു അടിവരെ ഇട്ടിട്ട് പറയാണ്, ഞാൻ ഇത് പറയുമ്പോ തെറ്റാണെങ്കിൽ എന്നെ കളിയാക്കില്ല, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയാണ്, അടിവരെ ഇട്ടിട്ട് പറയാണ്, ഈ കഴിഞ്ഞ സീസണുകളൊക്കെ അപേക്ഷിച്ചിട്ട് നമ്മൾ ഈ സീസൺ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ തുടങ്ങിയ സീസണ്, ആ സീസണാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ ഏറ്റവും മോശപ്പെട്ട സീസൺ എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളത് മാറ്റിത്തിരിക്കാൻ പറ്റുമോ നോക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മാറ്റിത്തിരിക്കാൻ പറ്റുമോ നോക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന് മാറ്റിത്തിരിക്കാൻ പറ്റുമോ നോക്ക്. ഏറ്റവും മോശപ്പെട്ട കളി, ഏറ്റവും മോശപ്പെട്ട കളി. ഞാൻ എന്താ പറയുക, ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്കൊരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പണ്ടൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുമ്പോൾ നമുക്കറിയാം ആ കളി തോൽക്കും, നമുക്കറിയാം. പക്ഷെ വമ്പന്മാരായ ടീമായതുകൊണ്ട് നമുക്ക് തോൽക്കും നമുക്കറിയാം. പക്ഷെ ആ 90 മിനിറ്റ് കളി കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ കളി ജയിക്കും എന്നുള്ള. കാരണം ആ കളിയിൽ ഒരാളുണ്ടാവും, ആ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ആ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അതില്ല ഗായ്സ്. നിങ്ങൾ തന്നെ നോക്കി നോക്കുക, ഇന്റർ കാശുമായിട്ടുള്ള ഇന്നലത്തെ കളി സത്യത്തിൽ സങ്കടമായി ഗായ്സ്. എന്താ പറയാ, മെന്റലി ആകെ ഓഫായി. കളി കണ്ടിരിക്കാൻ വെഹിക്കിളില്ല ഗൈസ്. അത്രക്കും മോശപ്പെട്ട കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുന്നത്. നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ എന്താ അറിയോ, എനിക്ക് മനസ്സിലാവണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ തോൽക്കാനൊക്കെ കാരണം എന്താണെന്നറിയോ? ഇത് ഷാബാണ് ഗൈസ്. ഇത് വേറെ യൂട്യൂബേഴ്സോ ആൾക്കാരോ പറഞ്ഞിങ്ങനെ അറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് ശാപം കിട്ടിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ശാപം കിട്ടിയ. അപ്പൊ നിങ്ങൾ ചോദിക്കും, കേരള ബ്ലാസ്റ്റേഴ്സിന് എവിടെ നിന്നാണ് ശാപം കിട്ടിയിരിക്കണേ? അയച്ച് പറഞ്ഞാടി, തെളിവുണ്ട്. തെളിവില്ലാതെ വെറുതെ കേരള ബ്ലാസ്റ്റേഴ്സിന് ശാപം കിട്ടിയെന്ന് പറയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് ശാപം കിട്ടാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ അത്രക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോച്ച് ഉണ്ടായിരുന്നു നമ്മളെ കേരളത്തിൽ. നമ്മളേവരും ആശാൻ എന്ന് വിളിച്ച ഒരു കോച്ച് ഉണ്ടായിരുന്നു നമുക്ക്. 3 സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന് സന്തോഷമല്ലാതെ അദ്ദേഹം വേറൊന്നും നൽകിയിട്ടില്ല എന്ന് ഞാൻ അടിവരയിട്ട് തന്നെ പറയും. ആ കോച്ചിന്റെ ശാപാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്. ആ കോച്ച് സ്നേഹിച്ച പോലെ വേറെ കോച്ച് ഉണ്ടാവാം, പക്ഷെ ആ കോച്ചിനെ മറികടക്കാൻ വേറെ ISL വന്നിട്ടുള്ള ഒരു കോച്ചിനെ കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ പറയും. 3 സീസൺ അദ്ദേഹം കാഴ്ചവെച്ച കളി, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം 3 സീസണ് കളിപ്പിച്ചു ഇവാൻ വുക്കോമനിച്ച്. ആ 3 സീസണിലും ഇവാന് പ്ലേ ഓഫ് കടന്നിട്ടുണ്ട്, നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്, നല്ല നല്ല കാഴ്ചകൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു സീസണും കൂടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ, ഞങ്ങൾ ആശാന് നിങ്ങളൊരു സീസണും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് KBFCന്റെ ക്ലബില് ഒരു കപ്പ് ഉണ്ടായേനെ.
ഞാൻ പറയട്ടെ, ഞാനിത് പറയാനുള്ള കാരണം, മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ പറയും അബ്ബാസ്, ഓരോ ടീമിൽ അബ്ബാസാണ്, അബ്ബാസ് മെയിൻ പ്ലെയർ, അബ്ബാസ് മെയിൻ കോച്ചാണ്, പ്ലെയർ അല്ല സോറി, മെയിൻ കോച്ചാണ്, അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്, അദ്ദേഹത്തിന് മാങ്ങാത്തൊലി ഉണ്ട്, നിങ്ങൾ പറയും. പക്ഷെ ഞാൻ ഒരു പറയാൻ പറയട്ടെ, അബ്ബാസിന് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ കാരണം എന്താ? എ ടിക്കിലായ ടൈമിൽ എ ടിക്ക് അദ്ദേഹത്തെ നിലനിർത്തി എന്നുള്ള. ഓരോ സീസൺ കഴിയുമ്പോൾ തൂക്കി വിൽക്കലല്ല അവര്. എ ടിക്ക് മുംബൈ ഇവരൊക്കെ തൂക്കി വിൽക്കലില്ല. ഓരോ സീസൺ കഴിയുമ്പോൾ ആ ടീമത്തെ പ്ലേയേഴ്സ് ആ ടീമിൽ തന്നെ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ISL കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ. ഓരോ സീസൺ കഴിയുമ്പോൾ ഏതൊക്കെ പ്ലേയേഴ്സ് ഉണ്ടാകുന്ന പോലും അറിയില്ല. ഫോമുള്ള പ്ലേയേഴ്സിനൊക്കെ തൂക്കി വെക്കും. എന്താ പറയാ, മാർക്കറ്റിങ്, എന്താ പറയാ, ബിസിനസ്. ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഇത് ഇവാനാശാന്റെ ശാപം തന്നെയാണ്. പിന്നെ അടുത്ത ശാപം എന്ന് പറയുന്നത് ലൂണന്റെയും നോവന്റെ ഒക്കെ ശാപം തന്നെയാണ്, പെപ്രന്റെ ഒക്കെ ശാപം തന്നെയാണ്. പിന്നെ ശാപം എന്ന് പറയുന്നത് രണ്ട് മലയാളി, സോറി സൗണ്ടിന് കുറച്ച് ഇതുണ്ട്, പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു ഇതാണ്, ക്ഷമിക്കണം. പിന്നെ ഒരു ശാപം എന്ന് പറയുന്നത് ഐമൻ അസർ എന്ന് പറയുന്ന രണ്ട് താരങ്ങളുണ്ടായിരുന്നു. ഇവാനാശാനാണ് ആ രണ്ട് പ്ലെയറിനെ കൊടുന്നത്. ഇവാനാശാൻ ആ ഐമനെ അസറിനെ കൊണ്ടുമ്പോൾ, ഇവാനാശാനെ ആ രണ്ട് പ്ലേയേഴ്സിനെ ഒരുമിച്ച് ഇറക്കുമ്പോൾ ISL ടീം ഇതുവരെ നേടാത്തൊരു റെക്കോർഡ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ടായിരുന്നു. ISL ഇതുവരെ ഒരു തിങ്സ് പ്ലേയേഴ്സിനെ ഇറക്കിയിട്ടില്ല ഏത് ടീം. അത് ആദ്യമായിട്ട് കൊടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. അത് ആദ്യമായിട്ട് ഇറക്കിയത്, അതിന് കാരണക്കാരനായതും നമ്മൾ ഇവാനായിരുന്നു. ആ ഇവാനങ്ങൾ ഒഴിവാക്കി. നിങ്ങളോട് എത്തൂല മക്കളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവാന് ശേഷം കറ്റാല വന്നു. ഈ സീസൺ നോക്കി, മൂന്ന് കളി അടുപ്പിച്ച് പൊട്ടി. അപ്പൊ നിങ്ങൾ പറയാം അടുത്ത കളി ജയിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഈ ഇന്റർകാഷുമായിട്ടുള്ള കളി കണ്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നും? KBFC മാനേജ്മെന്റ്, KBFC കോച്ച് എങ്ങനെ മനസ്സിലാക്കാൻ തോന്നും അടുത്ത കളി ജയിക്കുന്നു? സങ്കടമുണ്ട് ഗൈസ്, ഇത് ശാപ. ഞങ്ങളെ ആരാധകർക്ക് എന്താണെന്നറിയോ? ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ കുറച്ച് എന്താ പറയാ, ഉള്ളിന്ന് പോവും. ഇനി ആകെ കുറച്ച് മത്സരമുള്ളൂ, പ്രതീക്ഷകളൊക്കെ കഴിഞ്ഞു, വല്ല ഹോപ്പ് ഇടണോ ഒക്കെ കഴിഞ്ഞു, ഹോപ്പ് ഇടാളൊക്കെ കഴിഞ്ഞു. ഇനി ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, അത് KBFC മാനേജ്മെന്റിനോടും KBFC കോച്ചിനോടും തന്നെയാണ്. പിന്നെ കേരളത്തിൽ കളിക്കുന്ന നമ്മളെ പ്ലേയേഴ്സിനോടും തന്നെയാണ്, KBFCന്റെ പ്ലേയേഴ്സിനോടും തന്നെയാണ്. ഇനിയുള്ള മത്സരമെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി ജയിക്കാൻ നോക്ക്. ഇനിയുള്ള മത്സരം എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കാൻ നോക്ക്. അത് നിങ്ങൾ കുറേ ഗോൾ അടിച്ച് ജയിക്കണം എന്നൊന്നും നിങ്ങൾ പറയുന്നില്ല. ഒരു ഗോളിട്ട്, എല്ലാ കളിയും ഒരു ഗോളിട്ട് നിങ്ങൾ ജയിച്ചാൽ മതി. ഒരു കാര്യം കൂടി ഞാൻ പറയാം, കേരള ബ്ലാസ്റ്റേഴ്സും ഇന്റർകാഷുമായിട്ടുള്ള ഇന്നലെ നടന്നിട്ടുള്ള മത്സരം നമ്മളെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു. ആ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ കളി കാണാൻ വന്നിട്ടുള്ള ആരാധകരുകൾ കണ്ടോ? അതെന്താണെന്നറിയോ? അങ്ങോട്ടെന്തെങ്കിലും കൊടുക്കണം, എന്നാലേ തിരിച്ച് സ്നേഹം കിട്ടും. ആരാധകർക്കൊക്കെ മനസ്സിലായി. അതൊക്കെ കണ്ടപ്പോൾ സങ്കടമായി ഗൈസ്. ഇവാൻ വിക്കോവിനിച്ചുള്ള ടൈമിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഗാലറി, ഇവാൻ വിക്കോവിനിച്ചിൻ്റെ ആ സമയത്ത് KBFCന്റെ ഹോം സ്റ്റേഡിയത്തിന്റെ ആ ഗാലറി നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തു. അത്രക്കും പവറുള്ള ഒരുത്തനെ നിങ്ങൾ കളഞ്ഞില്ലേ? പിന്നെ നിങ്ങളെങ്ങനെ ഗതി പിടിക്കുക? ഏതായാലും നിങ്ങളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.